ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ നിലമ്പൂരിലും. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. കേരളത്തിൽ CPM-ഉം LDF-ഉം വൻ ശക്തിയായി തിരിച്ചുവരുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. സഖാവ് കുഞ്ഞാലി അനുസ്മരണം നിലമ്പൂർ ചന്തക്കുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസുകാരും ലീഗുകാരും പരിഹരിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റുന്ന ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മാത്രം അവർത്തത് നിങ്ങൾ ഈ സർവ്വ ജനാധിപത്യ കശാപ്പും ജനങ്ങളെ കശാപ്പും ഒക്കെ ചെയ്തിട്ട് 1977 തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് തോറ്റു. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ രാജ്യത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസും ലീഗിനുമാണ് ജയം. CPM-ന് അത് 17 സീറ്റ് മാത്രമാണ് നിയമസഭയിൽ. ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ ഫലമായി ജനങ്ങൾ കോൺഗ്രസിനെതിരായി. 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു, സോണിയ ഗാന്ധി തോറ്റു, കോൺഗ്രസിന്റെ വൻതോക്കുകൾ തോറ്റു, എല്ലാം കടമുടങ്ങി വീണു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസും ലീഗും ചേർന്ന മുന്നണിക്കാണ് സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് UDF വലിയ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തിയത്. എന്നാൽ 3 വർഷം കൊണ്ട് ഭരണം അവസാനിപ്പിച്ചുവെന്നും ഇതാണ് കേരളത്തിന്റെ ചരിത്രമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും ജയരാജൻ പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം E. അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VP അനിൽ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി K. മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അരുമ ജയകൃഷ്ണൻ, K. റഹീം, ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, സഹിൽ അകമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.